ഹായ്, ഞാൻ വിഷ്ണുജിത്ത്. ഇന്ന് നമുക്ക് ഫ്രഞ്ച് ബ്രെഡായ ഫൗറ്റ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഫ്രഞ്ചുകാർ എഴുതുന്നതല്ല അവർ വായിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം. ഈ ബ്രെഡ് ഉണ്ടാക്കാനായി നമുക്ക് 2 കിലോ ബ്രിയോഷ് ഡോ വേണം. 1 നൈറ്റ് ചില്ലറിൽ വെച്ച ബ്രിയോഷ് ഡോ ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം മുന്നേ ചെയ്ത് ചില്ലറിൽ വെക്കുക. ആദ്യം തന്നെ ബ്രിയോഷ് ഡോ ചെറുതായി ഷീറ്റ് ചെയ്യുക. അതിലേക്ക് 500 ഗ്രാം ബട്ടർ സെൻറ്ററിൽ വെച്ച് അത് ക്ലോസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബട്ടർ ഷീറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ സെയിം അളവായിരിക്കണം ഡോ ഷീറ്റ് ചെയ്യുന്നത്. ഓവറായി പുറത്തേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഓവറായി മെൽറ്റാവാനോ ഹാർഡാവാനോ പാടില്ല. ഏകദേശം ക്രൊസാൻ ഷീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ചെറിയൊരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. ബട്ടർ വെച്ച് കവർ ചെയ്ത ശേഷം ഡോ തിരിച്ച് വെച്ച് ഷീറ്റ് ചെയ്യുക. ക്രൊസാൻ ഷീറ്റ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറുതായി കൊണ്ടുവരിക, അല്ലെങ്കിൽ ബട്ടർ ക്രാക്ക് ആവാൻ സാധ്യതയുണ്ട്. ഷീറ്റ് ചെയ്ത ശേഷം അതിനെ സിംഗിൾ ഫോൾഡ് ചെയ്യുക. ഇത് എഡ്ജ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ശേഷം വീണ്ടും തിരിച്ച് വെച്ച് ഷീറ്റ് ചെയ്യുക. ഷീറ്റ് ചെയ്ത ശേഷം അതിനെ വീണ്ടും സിംഗിൾ ഫോൾഡ് ചെയ്യുക. ഷീറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം 10 mm താഴെ പോകാതെ സൂക്ഷിക്കുക തിക്നെസ്. ടോട്ടൽ 2 സിംഗിളാണ് ഈ ഡോ ഷീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ജസ്റ്റ് പ്രസ് ചെയ്ത ശേഷം 1 അവർ ചില്ലറിൽ വയ്ക്കുക. 1 അവറിന് ശേഷം വീണ്ടും ഡോ എടുത്ത് ഷീറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 27-28 മുകളിലോട്ട് വീതി കൂടാൻ പാടില്ല. ഏകദേശം 12 mm തിക്നെസ്സിൽ ഷീറ്റ് ചെയ്ത ശേഷം ഏകദേശം അത് 40 സെൻറ്റിമീറ്ററൊക്കെ നീളം വരും. ആ സമയത്ത് അതിനെ ഹാഫാക്കി കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം ഒരു പീസ് മറ്റൊന്നിന് മുകളിലായി അറേഞ്ച് ചെയ്യുക. അതിനെ വീണ്ടും 1 അവർ ചില്ലറിൽ വയ്ക്കുക. ഡോ വെളിയിലെടുത്ത ശേഷം അതിനെ 7 mm തിക്നെസ് വരെ ഷീറ്റ് ചെയ്യുക. അതായത് ഏകദേശം 90 സെൻറ്റിമീറ്റർ നീളത്തിൽ. ഷീറ്റ് ചെയ്ത ശേഷം അതിനെ ടേബിളിൽ വിരിച്ച് 4 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്യുക. കറക്റ്റ് ലെയറില്ലാത്ത എഡ്ജ് ചെറുതായി കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത പീസുകൾ കുറച്ച് നേരം ചില്ലറിൽ വയ്ക്കുക. നല്ല തണുപ്പുള്ള റൂമാണെങ്കിൽ സ്പോട്ടിൽ തന്നെ മോൾഡിൽ സെറ്റ് ചെയ്യാം. ചില്ലറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ശേഷം ഒരു മോൾഡ് എടുത്ത് ബട്ടർ അടിക്കുക. അതിൻ്റെ അളവിനനുസരിച്ച് സിക്സാഗ് രീതിയിൽ അതിനെ ഫോൾഡ് ചെയ്യുക. അതിനെ മോൾഡിനകത്ത് പ്ലേസ് ചെയ്ത ശേഷം കറക്റ്റ് ലെവൽ ചെയ്യുക. ടോപ്പ് എഡ്ജിൽ ടച്ച് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഷേപ്പ് പോവും.
ശേഷം പ്രൂവറിൽ 3 hours വെക്കുക. പ്രൂവായ ശേഷം 180 ടോപ്പിലും 180 ഡൗണിലും വരുന്ന രീതിയിൽ 23 minutes ബേക്ക് ചെയ്യുക. ഗോൾഡൻ കളറായി പുറത്തെടുത്ത ഉടനെ ഷുഗർ സിറപ്പ് ടോപ്പിൽ അപ്ലൈ ചെയ്യുക. ആ ചൂടോട് കൂടി തന്നെ ഡിമോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.